ഹലോ ഗൈസ്, വെൽക്കം ടു MFC ക്രിയേഷൻസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് DB മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ നമ്മളിവിടെ DB കണക്ഷൻ ചെയ്തപ്പോൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡെല്ലാം ഡയറക്റ്റ് ഇവിടെ കൊടുക്കുകയാണ് ചെയ്തത്. സോ അതിന് പകരം ഈ ക്രെഡൻഷ്യൽസ് എല്ലാം നമുക്കൊരു ENV ഫയലിൽ നിന്ന് ലോഡ് ചെയ്യണം. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം ഒരു ENV ഫയൽ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനിവിടെ ഒരു .env ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ ഈ ENV ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കേജ് go.env എന്ന് പറയുന്ന ഈ ഒരു പാക്കേജാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റേഷനിൽ അവർ പറയുന്നുണ്ട്. സോ നമുക്ക് ആദ്യം ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇവിടെ ഇൻസ്റ്റാളേഷൻ കമാൻഡ് കൊടുത്തിട്ടുണ്ട്, അത് കോപ്പി ചെയ്യുക, നേരെ നമ്മൾ ടെർമിനലിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാക്കേജ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്കിതിലൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പോർട്ട് എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ വാല്യൂ ഞാൻ 5000 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ സേവ് ചെയ്തു. എന്നിട്ട് നമ്മുടെ main.go-ലോട്ട് പോവാം. അവിടെ നമ്മൾ ആദ്യം ഒരു init എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ DB ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത്. സോ ഇതിനകത്ത് തന്നെ നമ്മുടെ ENVയും ലോഡ് ചെയ്യണം. സോ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരെ ഡോക്യുമെൻറ്റേഷനിൽ പോവാം. സോ ഇവിടെ കാണാം യൂസേജ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. സോ ഞാൻ ഈ ENV എന്ന് പറയുന്ന ഈ ഒരു പാക്കേജ് ആദ്യം ഇമ്പോർട്ട് ചെയ്തു. സോ നേരെ മുകളിലോട്ട് പോവാം. ഓക്കെ, ദെൻ ഇനി വേണ്ട എന്താ, ഇവിടെ കൊടുത്തിട്ടുണ്ട് go.env.load. ഓക്കെ, സോ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യാം. ദെൻ നമ്മുടെ init ഫംഗ്ഷനിലോട്ട് പോവാം, പേസ്റ്റ് ചെയ്തു. ഓക്കെ, സോ ലോഗോ കൂടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ് വേരിയബിൾസ് ഫെച്ച് ചെയ്യുന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിവിടെ പോർട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ അത് കറക്റ്റായിട്ട് പ്രിൻറ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ENV ലോഡിങ് സക്സസ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, സോ അതിനായിട്ട് ഞാനിവിടെ ES3 ബക്കറ്റിന് പകരം ഞാൻ പോർട്ട് എന്ന് കൊടുത്തു. ദെൻ നമ്മുടെ ENV വേരിയബിൾ പോർട്ട്. ഓക്കെ, സോ OS കൂടെ ഇമ്പോർട്ട് ചെയ്യണം. ദെൻ ഇനി നമുക്ക് ഈ ഒരു പോർട്ട് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ fmt.println പോർട്ട്. ഓക്കെ, ഞാൻ ഇത് സേവ് ചെയ്തു. ഇനി ഞാൻ go run main.go. സോ ഓക്കെ, ഗോട്ടല്ല ഗോ. സോ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആയിട്ടുണ്ട്. ഇതിൽ മുകളിലോട്ട് പോയാൽ നമുക്കിവിടെ കാണാം നമ്മുടെ DB ഇൻസ്റ്റൻസ് ഓൾറെഡി FMT കൊടുത്തിട്ടുണ്ട്. സോ അതിവിടെ കാണാം. അതിന് മുകളിലായിട്ട് നമ്മൾ പോർട്ടും ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ENVക്കകത്ത് പോർട്ട് 5000 ആണ് കൊടുത്തിട്ടുള്ളത്. സോ അതിവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ നമ്മുടെ വേരിയബിൾസ് കറക്റ്റായിട്ട് ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ENV ലോഡ് ചെയ്യുന്ന ഈ ഒരു പാർട്ട് നമുക്ക് വേറൊരു ഫയലിലോട്ട് മൂവ് ചെയ്യാം. സോ നമുക്ക് ഈ മൈഗ്രേഷനകത്തും ENV ലോഡ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ എഴുതി അത് രണ്ട് സ്ഥലത്തും റീയൂസ് ചെയ്യാം. സോ അതിനായിട്ട് ഞാനൊരു കോൺഫിഗ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. സോ അതിനകത്ത് ലോഡ് env.go എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ ദെൻ പാക്കേജ് നെയിം ഞാൻ കോൺഫിഗ് എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഫങ്ക് ലോഡ് env. ഓക്കെ, സോ ദെൻ നമ്മൾ main.go-ൽ എഴുതിയിട്ടുള്ള സെയിം കോഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക. ദെൻ ലോഡ് env ഇവിടെ കൊടുക്കുക. ഓക്കെ, ഓക്കെ, നമുക്ക് ഇനി ഇമ്പോർട്ട് ചെയ്യാനുള്ള സംഭവങ്ങൾ എടുക്കാം. സോ ലോഗ് OS ആൻഡ് go.env നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ജിന്നിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. സോ അത് റിമൂവ് ചെയ്തു. നമ്മൾ main.go-ൽ നിന്ന് ആവശ്യമില്ലാത്ത ഇമ്പോർട്ട്സ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് പോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ENV ലോഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് വേറെ ഏത് ഫയലിലും ഈ ലോഡ് ചെയ്തതിന് ശേഷം ഏത് വേരിയബിൾ വേണമെങ്കിലും നമുക്ക് ഫെച്ച് ചെയ്യാം. ഓക്കെ, ദെൻ സേവ് ചെയ്യാം. ഇനി നമ്മുടെ main.go-ലോട്ട് പോവാം. സോ ആ ഒരു കോൺഫിഗ് ഫയൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ അതിനായിട്ട് MFC creations/postapp/config. ഓക്കെ, ദെൻ നമ്മുടെ init ഫംഗ്ഷനകത്തോട്ട് പോവാം. ഇതിനകത്ത് നമ്മുടെ config.loadenv ഈ ഒരു ഫംഗ്ഷൻ വിളിക്കാം. ഓക്കെ,
സോ ഇന്ന് നമ്മുടെ കണക്ട് ഡോട്ട് ഗോയിലോട്ട് പോവാം. സോ നമുക്ക് ഈ വേരിയബിൾസ് എല്ലാം ENV വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യണം. സോ അതിനായിട്ട് ഈ ഒരു .env ഫയലിലോട്ട് പോവാം. ഇവിടെ നമുക്ക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ആദ്യം കൊടുക്കുന്നത് db_url, then അതിൻ്റെ വാല്യൂ ഞാൻ ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുത്തു. ദെൻ ഇനി വേണ്ടത് db യൂസർ. സോ എൻ്റെ db യൂസർ ഞാൻ postgres, then db പാസ്വേഡ്, ഞാൻ db പാസ്വേഡ് ഇവിടെ നിന്ന് എടുത്തു. ദെൻ നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് db നെയിം. നമ്മുടെ db നെയിം പോസ്റ്റ് ആപ്പ് എന്നാണ്. ദെൻ db പോർട്ട്. ഓക്കെ, db പോർട്ട് 5432. ഓക്കെ, ദെൻ ഈ ഫയൽ സേവ് ചെയ്യുക, നേരെ കണക്ട് ഡോട്ട് ഗോയിലോട്ട് പോവാം. ഓക്കെ, സോ നമുക്കിനി ഇതിനകത്ത് നമ്മുടെ വേരിയബിൾസ് കൊടുക്കണം. സോ വേരിയബിൾസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം സ്ട്രിംഗ് ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ fmt.isPrintf. ഓക്കെ, ദെൻ ഞാൻ ഈ സ്ട്രിങ് കട്ട് ചെയ്തു, അത് ഞാൻ ഈ ഒരു sprintf-നകത്ത് കൊടുത്തു. ഓക്കെ, ദെൻ ഇനി ലോക്കൽ ഹോസ്റ്റിന് പകരം നമ്മളിവിടെ ലോഡ് ചെയ്യുന്ന സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. സോ ഞാനിവിടെ സ്ട്രിങ് കൊടുത്തു. ദെൻ നമുക്ക് ആ db ഹോസ്റ്റ് ആദ്യം ലോഡ് ചെയ്യണം. സോ അതിനായിട്ട് os.get_env, അതിനകത്ത് നമ്മുടെ വേരിയബിൾ നെയിം db_url. നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് നമുക്ക് db യൂസർ കൊടുക്കണം. സോ ഞാനിവിടെ സ്ട്രിങ് കൊടുത്തു. ദെൻ പാസ്വേഡ്, അതും സ്ട്രിങ് ആണ്. ദെൻ db നെയിം is ഫൈനലി പോർട്ട്. ഓക്കെ, ദെൻ ഈ വേരിയബിൾസ് എല്ലാം നമുക്ക് ഇവിടെ ലോഡ് ചെയ്യണം. സോ നെക്സ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യുന്നത് db യൂസർ. സോ os.getEnv, അതിനകത്ത് കൊടുക്കേണ്ടത് db യൂസർ. ഓക്കെ, ദെൻ ഇനി നമുക്ക് പാസ്വേഡ് ലോഡ് ചെയ്യണം. സോ ഞാൻ ഇതങ്ങ് കോപ്പി ചെയ്തു, ഇവിടെ db യൂസറിന് പകരം db പാസ്വേഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് നമുക്ക് db നെയിം വേണം. സോ db നെയിം, ദെൻ നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് db പോർട്ട്. ഓക്കെ, ഇനി ഈ ഫയൽ സേവ് ചെയ്യാം. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഗോ റൺ main.go. ഇപ്പോൾ നമ്മുടെ ആപ്പ് റൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മുടെ db ഇൻസ്റ്റൻസ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ വേരിയബിൾസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ENVയിൽ നിന്ന് ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ENV കോൺഫിഗറേഷൻ നമ്മുടെ ഗോ ആപ്ലിക്കേഷനിൽ ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ ഇത്ര പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.